കൊച്ചി മേനകയിൽ മത്സരയോട്ടത്തിനിടെ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. തോപ്പുംപടി സ്വദേശിനി സനിലയാണ് മരിച്ചത്. ബസ്സിന്റെ പിന്നിലെ ടയറിൽ കുടുങ്ങിയ യുവതിയെ 100 മീറ്ററോളം വലിച്ചിഴച്ചു. പ്രദേശവാസികൾ ബസ് തടഞ്ഞാണ് സനിലയെ പുറത്തെടുത്തത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, നേരത്തെ ഗുരുതരമായ പരിക്ക് എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. ഇപ്പോൾ അവർ മരിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? വിജയകുമാർ, തീർച്ചയായും ആ ബസിന്റെ പിൻചക്രത്തിൽ കുടുങ്ങി ഗുരുതരമായി പരിക്കേറ്റ തോപ്പുംപടി സ്വദേശിനി സനില മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് മേനകയിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ബസ് വേയിൽ നിർത്തിയിട്ടിരുന്ന ഒരു സ്വകാര്യ ബസ്സിനെ മറ്റൊരു ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സനിലയും ഭർത്താവും സഞ്ചരിച്ച ബൈക്ക് ഈ ബസ്സിലിടിച്ച് മറിയുന്നത്. തുടർന്ന് സനില ഈ ബസിന്റെ പുറകിലത്തെ ചക്രത്തിൽ കുടുങ്ങുകയായിരുന്നു. അവിടെ നിന്ന് ഇവരെ വലിച്ചുകൊണ്ട് ഈ ബസ് കുറച്ചധികം ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു. അവിടെ കണ്ടുനിന്ന ആളുകളാണ് ഓടി ബസ് തടയുകയും ഈ സനിലയെ ബസിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. ഗുരുതരമായ പരിക്കായിരുന്നു. അല്പസമയം മുമ്പ് ആശുപത്രിയിൽ വെച്ച് ഇവരുടെ മരണം സംഭവിക്കുകയും ചെയ്തു. അതാണ് സ്ഥിരമായി സംഭവിക്കുന്നതാണ് ഈ കൊച്ചിയിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ ഈ ഭ്രാന്തൻ യാത്ര. ഇത് നമ്മൾ എത്രയോ തവണ റിപ്പോർട്ട് ചെയ്യുകയും എത്രയോ തവണ ഇതുപോലെ രോഷപ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്തൊരു പരിശോധന, പിറ്റേന്ന് ഒരു 3 ബസ് ഡ്രൈവർമാരെ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില വാർത്തകൾ വരുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതേ ഇല്ല. ഇവിടെയും ഈ മത്സര ഓട്ടം ആദ്യമെത്താൻ എല്ലാ സ്റ്റോപ്പിൽ നിന്നും ആളെ എടുത്തു പോകാനുള്ള ഈ അത്യാഗ്രഹം തന്നെയാണ് ഇവിടെയും ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവൻ എടുത്തത്, അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ 180 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തിയത്. അതായത് 2,40,000 രൂപയോളമാണ് പിഴ ചുമത്തിയത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇന്നിപ്പോൾ ഈ മേനകയിൽ, അത് കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ്. എല്ലാ സ്വകാര്യ ബസ്സുകളും ആളുകളെ കയറ്റാനും ഇറക്കാനും ഒക്കെ വളരെ വേഗത്തിൽ പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ബസ്സിൽ നിന്ന് ആളെ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു ബസ്സിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ സജിമോൻ എന്ന ബസ്സാണ് അപകടം ഉണ്ടാക്കിയത്. ഈ ബസ് ഇവരെ ഇടിച്ച് ബൈക്കിൽ പോവുകയായിരുന്ന ഈ ഭർത്താവിനെയും ഭാര്യയെയും ഇടിച്ചിട്ട ശേഷം ഭർത്താവ് മറുവശത്തേക്ക് വീണതിനാൽ വലിയ അപകടം അദ്ദേഹത്തിന് സംഭവിച്ചില്ല. പക്ഷേ ഈ സ്ത്രീ 36 വയസ്സുള്ള സനില ഈ ബസ്സിന്റെ പിൻചക്രത്തിൽ ഉടക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അവരെ അവിടെ നിന്ന് വലിച്ചിഴച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആളുകൾ ബഹളം വെച്ച് ഓടിച്ചെന്നതോടെയാണ് ഈ ബസ് നിർത്താൻ പോലും തയ്യാറായത്. പിന്നീട് ബസ്സിന്റെ അടിയിൽ നിന്ന് ഈ സ്ത്രീയെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന ആ വീട്ടമ്മയെ വളരെ വേഗത്തിൽ പിങ്ക് പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. രക്ഷപ്പെടും എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ അല്പസമയം മുമ്പ് ആ വീട്ടമ്മ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ നിലവിലെ സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ല. ആവർത്തനമായിരുന്നു. ഒരു സമയത്ത് ഇത് നമുക്ക് ആഴ്ചയ്ക്കൊന്ന് എന്ന മട്ടിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ അല്ലെങ്കിൽ ഭ്രാന്തൻ പാച്ചിലിൽ മരിച്ചു പോകുന്ന പാവ മനുഷ്യരുടെ പലവിധ വാർത്തകൾ ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നാളായി കേൾക്കാതിരിക്കുകയായിരുന്നു. അത് വീണ്ടും കേൾക്കുന്നു. ഈ പറയുന്ന വാർത്തകൾ നിറയുന്ന ആ ദിവസങ്ങളിലും അത് കഴിഞ്ഞും അതിനു മുമ്പുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ സ്വകാര്യ ബസ്സുകൾ റോഡിൽ മര്യാദ പാലിക്കുന്ന നമ്മൾ കണ്ടിട്ടേയില്ല. വീണ്ടും മരണം ഉണ്ടാകുന്നു, ഏതെങ്കിലും തരത്തിൽ കടിഞ്ഞാണുണ്ടാകുമെന്ന് ഈ വാർത്തയെ തുടർന്നെങ്കിലും നമ്മൾ വെറുതെ ആണെങ്കിലും പ്രതീക്ഷിക്കണോ? ശ്യാം, കാശ്മി, കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ ഒരു സ്വഭാവം വെച്ച് അത്തരം പ്രതീക്ഷകൾക്കൊന്നും ഒരു സാധ്യതയും ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തത് 150 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഒരു വീട്ടമ്മയുടെ, ഒരു 36 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വീട്ടമ്മയുടെ ജീവൻ തന്നെ പൊലിഞ്ഞത്, അതും റോഡിൽ പൊലിഞ്ഞത്. അതും അവരുടെ മത്സര ഓട്ടവും ഒരു ടിക്കറ്റ് കൂടുതൽ കിട്ടാനുള്ള ഒരു ആർത്തിയും ഒക്കെയാണ് ഒരു ജീവൻ എടുത്തതിന് ഇടയാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അവിടെ മുൻപൊക്കെ ഈ മേനകയിലൊക്കെ ഈ ബസ്സുകൾക്ക് പഞ്ചിങ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതായതോടുകൂടി ഒരു സെക്കൻഡിന് വേണ്ടിയുള്ള ഓട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൊച്ചിയിൽ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പോലീസ് നോക്കി നിൽക്കുന്ന സിറ്റിയിലാണ് ഈ മത്സര ഓട്ടം എന്നുള്ളതാണ്. അത് കലൂരിലും മറ്റുമൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇരുചക്ര വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ജീവൻ രക്ഷപ്പെടാൻ മാറിക്കൊടുക്കേണ്ട സ്ഥിതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു വശമാണ് ഇന്നിപ്പോൾ സജിമോൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ് ഒരു വീട്ടമ്മയുടെയും ഒരു കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ ഇല്ലാതാക്കിയ വീട്ടമ്മയെ കൊന്നിരിക്കുന്നത്. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. കൊച്ചിയിൽ ഈ വാർത്ത നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതേ ഇല്ല. ഈ മേനക റോഡിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്? ആ ബസ് പോവും, നമ്മൾ മുന്നിൽ പോയാലോ ബൈക്ക് മുന്നിൽ പോയാലോ അവർ നോക്കില്ല. നമ്മൾ വേണേ മാറിക്കൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഇടിച്ചിട്ടിട്ട് പോകും. അവരത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ അപ്പീലും ഇല്ല.
നമ്മുടെ മുന്നിൽ മറ്റൊരു വാഹനം ഉണ്ടോ നോക്കില്ല, ഈ ഓൺ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇന്റിമിഡേഷൻ എന്ന് പറയില്ലേ, ഭയപ്പെടുത്തുകയാണ്. റോഡിലങ്ങ് പേടിപ്പിക്കുകയാണ്. അത് എത്ര നാളായി ഇത്? അത് പുതിയ കാര്യമാണ്. ഒരു ദിവസം ഇതുപോലൊരു ആക്സിഡന്റ് ഉണ്ടായതിന്റെ പിറ്റേന്ന് ഈ എക്സൈസും പോലീസും നടത്തിയ പരിശോധനയിലും മദ്യപിച്ച് അതുപോലെ തന്നെ ഈ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ്സ് ഒക്കെ വെച്ച് ഡ്രൈവ് ചെയ്ത കുറെ ആളുകളെ രാവിലെ തന്നെ പിടിച്ചു. രാവിലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇവർ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അന്ന് ഒരു ദിവസം ഇതുപോലൊരു ചർച്ചയിൽ ഒരു വാഹന ഉടമകളുടെ സംഘടനാ നേതാവ് പറഞ്ഞതാണ്, ഇനി ഈ അപകടം ഉണ്ടാക്കുന്ന ആളുകളെ ഞങ്ങൾ ഡ്രൈവറായി വെക്കില്ല. ആ ആളുകളൊക്കെ വീണ്ടും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണ്. ഈ സംഘടനകൾ ഈ ചാർജ് കൂട്ടാൻ വേണ്ടി തെരുവിൽ സമരം നടത്തുമ്പോൾ അവരുടെ തൊഴിൽ വൃത്തിയായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. അവരുടെ അവകാശങ്ങളെ പറ്റി മാത്രമേ വാദിക്കാറുള്ളൂ. കടമകളെ പറ്റി മറന്നു പോകുന്ന സംഘടനകളാണ് ഈ ബസ് ഉടമകൾക്കുള്ളതെന്ന് വീണ്ടും വീണ്ടും സങ്കടത്തോടെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ വർഷങ്ങളെ കൊച്ചിയിൽ നിൽക്കുന്ന ആളെന്ന് കൊച്ചിയിൽ റോഡ് കാണുന്ന ആളെന്ന് നമ്മുടെ ഈ ധാർമ്മിക രോഷമൊക്കെ വെറും വേസ്റ്റ് ആണ്. ഒരു കാര്യം ഉണ്ടാകുന്നില്ല, 100% ഉറപ്പിച്ചു പറയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റോഡിലെ മരണപ്പാച്ചിൽ ഇനിയും തുടരും. ഇതുപോലെ ഹതഭാഗ്യർ ഇനിയും വണ്ടി പറയുന്നുണ്ടായിരുന്നു. ഈ ബസ്സുകളുടെയൊക്കെ യഥാർത്ഥ ഉടമകൾ കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരുമുണ്ട്. അങ്ങനെയും പറയുന്നത് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കേട്ട കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെളിവ് ചോദിക്കരുത്, അത് പറയാൻ നമ്മുടെ കയ്യിലില്ല.